ജ്ഞാൻവാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച് എം.എ. ബേബി സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി. സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റേത് വഞ്ചനാപരമായ വിധിയാണ്. സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചതായും എം.എ. ബേബി. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, CPM കൊല്ലം ജില്ലാ പ്രതിനിധി സമ്മേളനത്തിനിടെയായിരുന്നു എം.എ. ബേബിയുടെ ഭാഗത്തു നിന്നും ഇത്തരം വിവാദപരമായ ഒരു പരാമർശം ഉണ്ടായത്. ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്? രോഹിണി, ഇന്ന് കൊല്ലം ജില്ലാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഇത്തരത്തിലൊരു പരാമർശം എം.എ. ബേബി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ തന്നെ പല വിഷയങ്ങളും നിലനിന്നിരുന്നതാണ്. ഹൈന്ദവ വിശ്വാസികളൊക്കെ തന്നെ നിയമപരമായി അത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അത് നേരത്തെ തന്നെ, അതായത് ഈ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ ആ ഒരു തർക്കമന്ദിരം പൊളിക്കുന്നത് വരെ അവിടെ ആരാധന നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു വിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നതൊക്കെ. പക്ഷേ അത്തരം ഒരു കോടതി വിധി, അതായത് ഈ സുപ്രീം കോടതിയുടെ വിധി വൃത്തികെട്ട വിധിയാണ് എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന് എം.എ. ബേബി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അത് കൃത്യമായും കോടതിയെ അവഹേളിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഇതിൽ തന്നെ അന്നത്തെ ജസ്റ്റിസായിരുന്നിട്ടുള്ള DY ചന്ദ്രചൂഡ്, അദ്ദേഹമാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വിശ്വാസികളൊക്കെയും തന്നെ കീഴ്ക്കോടതിയെ സമീപിച്ചിരുന്നു. അവിടെ നിന്നും അവർക്ക് അനുകൂലമായുള്ള വിധി ഉണ്ടാകുന്നു. തുടർന്ന് അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. അതോടൊപ്പം ഈ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെയാണ് ഈ കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള ഉത്തരവിറക്കുന്നത്, അതായത് ഈ മറ്റ് ഹർജികളെല്ലാം തള്ളുന്നത്. എന്നാൽ ഈ തീരുമാനത്തെയാണ് ഈ എം.എ. ബേബി ഇപ്പോൾ പരസ്യമായി തന്നെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധി അല്ലെങ്കിൽ ഈ ഹർജികൾ തള്ളിയതിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനം അത് CPMന്റെ സമ്മേളന വേദിയിൽ തന്നെയാണ് ഇന്ന് ഉയർത്തിയിട്ടുള്ളത്. ജസ്റ്റിസിനെതിരെ പരസ്യമായി തന്നെ ഇത്തരത്തിലൊരു, അതായത് ഈയൊരു വിധി എന്ന് പറയുന്നത് വൃത്തികെട്ട വിധിയാണെന്നും അതോടൊപ്പം തന്നെ വഞ്ചിതരാക്കുന്ന വിധിയാണെന്നും ഒക്കെയാണ് ഇന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത്, അതായത് ഭരണഘടനയും അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞയും ഒക്കെ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തിയാണ് ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനിടയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് കോടതി അലക്ഷ്യമായേക്കാം എങ്കിലും പറയുകയാണ് എന്നുള്ള കാര്യം. അത്തരത്തിൽ കോടതിയെ പരസ്യമായി തന്നെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ മറ്റ് ക്ഷേത്രങ്ങളടക്കം പരാമർശിക്കുന്നുണ്ട്. അയോധ്യയിലൊക്കെ നടന്നതും അതോടൊപ്പം അതിനുശേഷം ഈ ഹൈന്ദവ സമൂഹത്തിനായി അല്ലെങ്കിൽ പ്രത്യേക താല്പര്യങ്ങൾക്കായി സുപ്രീം കോടതി വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്ന് പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്. പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനത്തെയാണ് ഇന്ന് പരസ്യമായി തന്നെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഗ്യാൻവാബി നിലവിൽ അവിടെ സർവേ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ മറ്റ് നിലവറകൾ തുറക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടും അത് തുറന്നു നൽകിയൊക്കെ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരമൊരു പരാമർശം ഇന്ന് CPMന്റെ ജില്ലാ സമ്മേളന വേദിയിൽ ഉയരുന്നത്. എന്തായാലും രൂക്ഷമായി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. അതായത് ഈ ഒരു ജഡ്ജിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അതായത് സുപ്രീം കോടതി ജസ്റ്റിസാണ്, അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ശരി, എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.